ദിയ കൃഷ്ണകുമാറിന്റെ OBOCയിലെ സാമ്പത്തിക ക്രമക്കേട് QR കോഡ് മാറ്റിയെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നു. 200-ന് മുകളിൽ ബിസിനസ് നടത്തുന്ന യൂസഫ് അലിക്കില്ലാത്ത പ്രശ്നമാണ് ദിയ കൃഷ്ണ എന്ന യുവ സംരംഭയ്ക്ക്. 2-3 മാസം ബിസിനസ്സിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും ബിസിനസ് വേറെ ലെവലിലേക്ക് തന്നെ പോയി. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ സംഭവിച്ചത്? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു ബിസിനസ്സിലെ ഓപ്പറേഷൻസ് ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വേണം. അതിനെയാണ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം? ശരിയായ രീതിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക, ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ മൂവ്മെന്റ് അറിയാൻ പെറ്റി ക്യാഷ് ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരിക തുടങ്ങിയതായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നമുക്ക് ബലപ്പെടുത്തുവാൻ പറ്റും. അങ്ങനെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന വൻ മതിലിന്റെ എഫിഷ്യൻസി മന്ത്ലി ഇന്റേണൽ ഓഡിറ്റിലൂടെ അറിയുവാൻ സാധിക്കും. GST റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഇങ്ങനെയുള്ള കംപ്ലൈൻസുകൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഡേ ടു ഡേ ബിസിനസ്സിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം സൂചി കൊണ്ടെടുക്കേണ്ടതിനെ ലിറ്ററലി പറഞ്ഞാൽ തൂമ്പ് കൊണ്ടെടുക്കേണ്ട അവസ്ഥയാവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥ നാളെ നിങ്ങൾക്കും സംഭവിക്കാം.